പ്രമേഹമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പഴങ്ങളെ ഭയങ്കര പേടിയാണ്. പഴങ്ങൾക്കൊക്കെ മധുരമാണ്. അതുകൊണ്ട് പഴങ്ങൾ കഴിച്ചാൽ ഇത് 2 or 4 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് നമുക്കുള്ളത്. നമ്മൾ കഴിക്കുന്ന മധുരമില്ലാത്ത അരിയിലും ഗോതമ്പിലും ഓട്സിലും ചാമയിലും തിനയിലും ഒക്കെ ഉള്ള അതേ ഷുഗർ തന്നെയാണ് പഴങ്ങളിലുള്ളതെന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്നിന് മധുരമുണ്ട്, മറ്റേ മധുരമില്ലാത്ത ഷുഗർ ആണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്ന് സ്റ്റാർച്ചാണ്, മറ്റൊന്ന് ഫ്രക്ടോസും ഗ്ലൂക്കോസുമാണ്. ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദഹിച്ചു ചേരുമ്പോൾ രണ്ടും ഒരേ സ്വഭാവം തന്നെ കാണിക്കും. അതുകൊണ്ട് മധുരമില്ലാത്ത ധാന്യങ്ങളിൽ ഷുഗർ ഇല്ല, മധുരമുള്ള പഴങ്ങളിലാണ് ഷുഗർ മുഴുവൻ എന്ന് കരുതുന്നത് തെറ്റാണ്. നമ്മൾ 2 കഷ്ണം പുട്ട് കഴിച്ചു, അല്ലെങ്കിൽ ഒരു 3 ചപ്പാത്തി തിന്നു. ഇതിലൂടെ നമ്മുടെ ഉള്ളിലെത്തുന്നത് ഒരു 100 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ്. ഇതേ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഉള്ളിലെത്തണമെങ്കിൽ നമ്മൾ 1 കിലോ പപ്പായ കഴിക്കേണ്ടി വരും. കാരണം നമ്മൾ കഴിച്ച ധാന്യങ്ങളിലുള്ളത് 70 തൊട്ട് 80 ഗ്രാം വരെ ഷുഗറാണ്. പപ്പായയിലുള്ളത് 10 ഗ്രാം ഷുഗറാണ്. പേരയ്ക്കാണെങ്കിൽ നമുക്കൊരു 600 ഗ്രാം കഴിക്കാം. പേരയ്ക്കയിലുള്ളത് 14 ഗ്രാം ഷുഗറാണ്. വാഴപ്പഴമാണെങ്കിൽ നമുക്കൊരു 350 ഗ്രാം കഴിക്കാം. വാഴപ്പഴത്തിലുള്ളത് ഒരു 22 തൊട്ട് 25% വരെ ഷുഗറാണ്. ആപ്പിൾ ആണെങ്കിൽ നമുക്ക് 600 ഗ്രാം കഴിക്കാം. ആപ്പിളിലുള്ളത് 12 ഗ്രാം ഷുഗറാണ്. ഇനി ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒന്നിച്ച് നുറുക്കിയിട്ട് ഒരു ഫ്രൂട്ട് സലാഡ് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു 600 ഗ്രാം കഴിച്ചാൽ മാത്രമാണ് ഈ 3 ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ ഈ 100 ഗ്രാം ചോറിൻ്റെയോ അല്ലെങ്കിൽ 4 ഇഡ്ഡലിയുടെയോ ഷുഗർ നമ്മുടെ ഉള്ളിൽ എത്തുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കണം. പക്ഷെ നമ്മുടെ ധാരണ എന്താണ്? ഈ പഴങ്ങളിലൊക്കെ ഉള്ള ഷുഗറാണ്, ഇത് നമ്മളുടെ രോഗത്തെ വർദ്ധിപ്പിക്കും. ചപ്പാത്തിയിലും ചോറിലും ഓട്സിലൊന്നും ഷുഗർ ഇല്ല. ഇതാണ് നമ്മളുടെ ധാരണ. ഈ പറഞ്ഞ കണക്കിന്റെ വെളിച്ചത്തിൽ അത് തിരുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ കുത്തിവെളിപ്പിച്ച അരി കൊണ്ടുണ്ടാക്കിയ പുട്ടോ അല്ലെങ്കിൽ ദോശയോ ഇഡ്ഡലിയോ കഴിച്ചാല്, അല്ലെങ്കിൽ ഇന്ന് കിട്ടുന്ന പ്രോസസ്ഡ് ഗോതമ്പ് കൊണ്ടുള്ള ആട്ട ഉപയോഗിച്ചുള്ള ചപ്പാത്തി കഴിച്ചാല് നമുക്ക് കിട്ടാൻ പോകുന്നത് ആകെ ഷുഗർ മാത്രമാണ്. എന്നാൽ ഈ പഴങ്ങൾ കഴിച്ചാലോ, പഴത്തിൽ നിന്ന് കിട്ടുന്നത് അപൂർവമായിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ഫൈറ്റോന്യൂട്രിയൻസ്, മൈക്രോന്യൂട്രിയൻസ്, ഫൈബർ, ഇതുപോലുള്ള അനവധി അപൂർവമായിട്ടുള്ള പോഷകാംശങ്ങളാണ്.